മത്സ്യത്തൊഴിലാളികൾക്കായുള്ള പുനർഗേഹം പദ്ധതി അട്ടിമറിക്കാൻ ഫിഷറീസ് മന്ത്രി ഇടപെട്ടെന്ന് പരാതി. 16 കുടുംബങ്ങൾക്ക് വീട് നൽകാനുള്ള നറുക്കെടുപ്പ് മന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് മാറ്റിവെച്ചു. പട്ടികയിലുള്ളവർക്ക് സ്വന്തമായി സ്ഥലമുണ്ടെന്ന് ഊമക്കത്ത് ലഭിച്ചെന്ന വിചിത്ര വിശദീകരണമാണ് മന്ത്രിയുടെ ഓഫീസ് നൽകിയത്. ഇടപെടൽ ഇഷ്ടക്കാരെ തിരികെ കയറ്റാൻ വേണ്ടിയാണെന്നാണ് ആരോപണം. പ്രതിഷേധവുമായി BJP രംഗത്തെത്തി. ജനം ബ്രേക്കിംഗ്. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും അനഘ ഹർഷൻ ചേരുകയാണ്. അനഘ, പുനർഗേഹം പദ്ധതി അട്ടിമറിച്ചതിന് പിന്നിൽ മന്ത്രിയുടെ ഇടപെടൽ, അതും ഇഷ്ടക്കാർക്ക് വേണ്ടിയാണ് മന്ത്രി ഇത്തരത്തിലുള്ള ഇടപെടൽ നടത്തിയത് എന്നുള്ള വിമർശനം തന്നെയാണ് ഉയരുന്നത്. എത്രത്തോളം പ്രതിഷേധവും ശക്തമാണ്? KP അല്പം മുമ്പാണ് കോഴിക്കോട് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസിൽ തന്നെ എത്തി യുവമോർച്ചയുടെയും BJPയുടെയും നേതൃത്വത്തിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം നടന്നിരിക്കുന്നത്. ഈ സംഭവം എന്ന് പറയുന്നത് ഇക്കഴിഞ്ഞ 8-ാം തീയതി ഈ പുനർഗേഹം പദ്ധതി, ഈ പദ്ധതി പ്രകാരം ഈ കടൽ തീരത്ത് താമസിക്കുന്ന 50 മീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന ഈ മത്സ്യത്തൊഴിലാളികളെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് പാർപ്പിക്കുന്ന പദ്ധതിയാണ്. ഈ പദ്ധതി പ്രകാരം ഈ കടൽ തീരത്തുള്ള 40 ആളുകൾ ഇതിൽ അപേക്ഷിക്കുകയും ചെയ്തു. ഈ അപേക്ഷിച്ച ആളുകളിൽ നിന്ന് നറുക്കെടുത്ത് 16 പേരെ തിരഞ്ഞെടുക്കും. ഈ 16 പേർക്ക് ഇവിടെ ഈ പുനർഗേഹം പദ്ധതി പ്രകാരം ഒരു ഫ്ളാറ്റ് പണിതിട്ടുണ്ട്. ആ ഫ്ളാറ്റിൽ ഇവർക്ക് താമസിക്കുകയും ചെയ്യാം. ക്ഷമിക്കണം, ഒന്നും വർഷങ്ങളോളം 30 വർഷത്തോളം ഒക്കെ വാടക വീട്ടിൽ താമസിക്കുന്ന ഏറ്റവും ദാരിദ്ര്യാവസ്ഥയിലൂടെ പോകുന്ന ആളുകളാണ് ഈ പദ്ധതി പ്രകാരം ഈ തെരഞ്ഞെടുത്തത്. അങ്ങനെ 8-ാം തീയതി കളക്ടറേറ്റിലേക്ക് ഈ 40 പേരും 40 കുടുംബങ്ങളും ഈ കളക്ടറേറ്റിലെത്തി. ഈ കളക്ടറേറ്റിൽ നറുക്കെടുപ്പ് നടത്തേണ്ടതിന്റെ മിനിറ്റുകൾക്ക് മുൻപ് തന്നെ അവിടെ എത്തിയിരുന്ന ഈ ഡെപ്യൂട്ടി ഫിഷറീസ് വകുപ്പിലെ ഡെപ്യൂട്ടി ഓഫീസർ പറയുകയാണ് ഈ നറുക്കെടുപ്പ് മാറ്റിവെക്കുകയാണ്. അതിന് കാരണമായി പറഞ്ഞിരിക്കുന്നത് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കോൾ വന്നു എന്ന് പറയുന്നു, ഒരു ഊമക്കന്ന് വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ പറയുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായി ആ നറുക്കെടുപ്പ് മാറ്റിവെച്ചു. ഈ പദ്ധതി ഇത്തരത്തിൽ BJP അടക്കം ഉന്നയിക്കുന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം, ഇപ്പൊ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ പദ്ധതി ഇത്തരത്തിൽ നറുക്കെടുപ്പ് മാറ്റിവെക്കണമെങ്കിൽ ഇഷ്ടക്കാരെ തിരികെ കയറ്റാനോ അല്ലെങ്കിൽ മറ്റെന്തോ ഒരു ദുരുദ്ദേശം ഇതിന് പിന്നിലുണ്ട് എന്ന് പറഞ്ഞു. അതിൽ പ്രതിഷേധിച്ചാണ് BJPയുടെ നേതൃത്വത്തിൽ, യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഫിഷറീസ് ഓഫീസിന് മുന്നിലെത്തി ഈ DDയെ തടഞ്ഞുകൊണ്ട് ഒരു പ്രതിഷേധം നടത്തിയത്. പ്രതിഷേധം അക്ഷരാർത്ഥത്തിൽ വിജയമായിരുന്നു എന്നുള്ളതാണ് ഈ ഓഫീസിലെത്തിയിരുന്ന ഡെപ്യൂട്ടി ഡയറക്ടർ, അതായത് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ആയിട്ടുള്ള അനീഷ് തന്നെ ഈ കാര്യത്തിൽ, അദ്ദേഹമായിരുന്നു അന്നും കളക്ടറേറ്റിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹം പറയുകയുണ്ടായി, തനിക്ക് മുകളിൽ നിന്ന് ഇത്തരത്തിലൊരു ആൾ വിളിച്ചു, ആളെ ആരാണ് വിളിച്ചത് എന്ന് പറയാൻ താല്പര്യപ്പെടുന്നില്ല, പക്ഷെ ഉന്നതങ്ങളിൽ നിന്ന് ഇത്തരത്തിലൊരു കോള് വന്നിട്ടുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിലാണ് മാറ്റിവെച്ചത് എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ BJPയുടെയും യുവമോർച്ചയുടെയും ഒക്കെ വലിയ ശക്തമായ പ്രതിഷേധം ഉണ്ടായതിനെ തുടർന്ന് ഇനി അടുത്ത നറുക്കെടുപ്പ് എന്ന് നടക്കുമെന്ന് കൃത്യമായി നാളെ അറിയിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഒരു അട്ടിമറി ശ്രമം കൃത്യമായി നടന്നിരുന്നു, പക്ഷേ BJPയുടെ ഇടപെടൽ മൂലം അത് നടക്കാതെ പോയിരിക്കുകയാണ്. എന്തായാലും അടുത്തത് എന്ന് നറുക്കെടുപ്പ് നടത്തുമെന്നുള്ളത് ഈ 40 കുടുംബങ്ങൾക്കും അറിയാൻ സാധിച്ചിട്ടുണ്ട്. KP തന്നെയാണ് പുനർഗേഹം അട്ടിമറിക്കാനുള്ള ഫിഷറീസ് മന്ത്രിയുടെ ഇടപെടൽ, സ്വന്തക്കാരെ തിരികെ കയറ്റാനുള്ള ഇടപെടൽ, അതിനെതിരെയാണ് വലിയ പ്രതിഷേധം ഉടലെടുത്തിരിക്കുന്നത്. അനഘ ഹർഷനാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.